നിങ്ങൾ ഷോൾഡറിൻ്റെ വാമ്പ് ഇങ്ങനെയാണോ ചെയ്യാറ്? എങ്കിലൊരു കാര്യം പറയാം, ഇത് ശരിക്കും നമ്മുടെ ബൈസപ്പിനെയാണ് വർക്ക് ചെയ്യുന്നത് ഷോൾഡറിനെ കാട്ടി. നന്നായിട്ട് ബെഞ്ച് പ്രസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷോൾഡർ പെയിൻ വരാറുണ്ടോ? എത്ര നേരം വാമ്പ് ചെയ്തിട്ടും ഷോൾഡറിൻ്റെ പെയിൻ മാറുന്നില്ലേ? ഇനി ഷോൾഡർ എങ്ങനെ കറക്റ്റായിട്ട് വാമ്പ് ചെയ്യാമെന്ന് കാണിച്ച് തരാം. ആദ്യം നമുക്ക് കേബിളിൻ്റെ മെഷീൻ കറക്റ്റ് നമ്മുടെ എൽബോ ഹൈറ്റിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഷോൾഡറിലുള്ള ജോയിൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആയതിനാൽ തന്നെ നമ്മൾ 3 ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലായിരിക്കും ഷോൾഡർ വാമ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്വേർഡ് എക്സ്റ്റേണൽ റൊട്ടേഷനാണ്. ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നല്ല അപ്രൈറ്റ് ആയിട്ട് നിന്നിട്ട് കൈ ഒരു 90 ഡിഗ്രീസ് ബാക്കിലോട്ട് പുള്ളി ചെയ്യുക. നമ്മുടെ ഷോൾഡേഴ്സിന് നാച്ചുറലി പോകാൻ പറ്റുന്ന ആ ഒരു പോയിന്റ് വരെ മാത്രം പുൾ ചെയ്യുക. റിലീസ് കൺട്രോൾ ചെയ്ത് തന്നെ റിലീസ് ചെയ്യണം. അടുത്തെന്ന് പറയുന്നത് ഷോൾഡർ ഇൻറ്റേർണൽ റൊട്ടേഷനാണ്. ഇവിടെ നമ്മുടെ ബോഡി നല്ല സ്റ്റിഫായിട്ട് വെച്ചിട്ട് കൈയുടെ മൂവ്മെൻറ്റ് മാത്രമാണ്. ഒരു 90 ഡിഗ്രീസ് അകത്തോട്ടാണ് നമ്മളിത് പുൾ ചെയ്യുന്നത്. ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ പുൾ ചെയ്യുന്ന മോഷനും റിലീസ് ചെയ്യുന്ന മോഷനും രണ്ടും കൺട്രോൾഡ് ആണ്. ആൻഡ് ഫൈനലി നമുക്കുള്ള ലാസ്റ്റ് വാമ്പാണ് ഷോൾഡർ എക്സ്റ്റേണൽ റൊട്ടേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി നല്ല സ്റ്റിഫായിട്ട് വെച്ചിട്ട് കൈ കൊണ്ട് മാത്രം ഔട്ട്സൈഡ് പോർഷനിലോട്ടാണ് ഇത് പുൾ ചെയ്യുന്നത്. 90 ഡിഗ്രീസ് ഔട്ട്സൈഡ് പോർഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുൾ മോഷനും റിലീസ് മോഷനും കൺട്രോൾ ചെയ്ത് തന്നെ പോവുക. ഈ പറഞ്ഞ 3 എക്സസൈസും ഒരു 12 റെപ്പിൻ്റെ 2 സെറ്റ് അടിച്ചാൽ മതി. ഷോൾഡർ പെയിനൊക്കെ മാറിക്കോളും. പിന്നെ ഷോൾഡർ പെയിനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതൊന്ന് ഷെയർ ചെയ്തേക്കും. അവരുടെ വർക്കൗട്ടൊക്കെ ഒന്ന് സെറ്റ് ആവണം. ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫിറ്റ്നസ് ടിപ്സിന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കും.